എൻ്റെ 17-18 വർഷത്തെ ഫാർമസി പ്രാക്ടീസിൽ ഞാൻ നോട്ടീസ് ചെയ്തിട്ടുള്ള ഒരുപാട് പേഷ്യൻസ് സഫർ ചെയ്തിട്ട് നമ്മളെ മുന്നിലേക്ക് വന്നിട്ടുള്ള ഒരു വിഷയമാണ് നെയ്സൽ സ്പ്രേ. നമ്മൾ മൂക്കിലടിക്കുന്ന സ്പ്രേ മിസ്യൂസ് ചെയ്യപ്പെട്ടത്. അവർക്കറിയില്ല ഏത് സ്പ്രേ എപ്പോൾ ഏത് അസുഖത്തിനാണ് ഉപയോഗിക്കേണ്ടത്. അങ്ങനെ പെട്ടുപോയ ഒരുപാട് പേഷ്യൻസിനെ നമ്മൾ എൻ്റെ ത്രൂ ഔട്ട് ഫാർമസി പ്രാക്ടീസിൽ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. അവരെ നമുക്ക് സഹായിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അവർ അതിന് അഡിക്റ്റ് ആയി പോയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. നമ്മൾ ചിലപ്പോൾ അവരോട് വാൺ ചെയ്യുമ്പോഴേക്കും അവർ പറയും ഓൾറെഡി ഞാൻ 2 ഇയേഴ്സായി ഇപ്പോൾ ഇത് ഇല്ലാണ്ട് എനിക്ക് പറ്റൂല എന്നുള്ള രീതിയിൽ. അതുകൊണ്ട് ഞാൻ ഇവിടെ 3 തരം നേസൽ സ്പ്രേസ് ഞാൻ ഇതിൻ്റെ ബ്രാൻഡിനെ ഹൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു ബ്രാൻഡ് പ്രൊമോഷന് വേണ്ടിയിട്ടല്ല, പക്ഷേ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുമെന്ന രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് 3 തരം നേസൽ സ്പ്രേ ഉണ്ട്. ഒന്ന് സോൾട്ട് വാട്ടർ ബേസിലുള്ളത്, ഒന്ന് സൈലോമെറ്റസോലൈൻ അല്ലെങ്കിൽ ഓക്സിമെറ്റസോലൈൻ എന്ന് പറയുന്ന കണ്ടൻ്റ് ഉള്ളത്, ഒന്ന് ഇൻഹേൽഡ് കോർട്ടിക്കോസ്റ്റെറോയിഡ് ഉള്ളത്. ഈ 3 നേസൽ സ്പ്രേയും വളരെ ഉപകാരപ്പെട്ടതാണ്. പക്ഷേ ഇതിന് അതിൻ്റേതായ ചില കണ്ടീഷൻസിൽ മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുക. റോങ്ങിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും അതിനോട് യൂസ്ഡ് ആവും. നമ്മൾക്ക് ഒരു പക്ഷേ അതില്ലാണ്ട് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോകളിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും. ഒന്ന് സോൾട്ട് വാട്ടർ ബേസ്, ഒന്ന് ഇൻഹേൽഡ് കോർട്ടിക്കോസ്റ്റെറോയിഡ് ബേസ്, ഒന്ന് സൈലോമെറ്റസോലൈൻ ഓർ ഓക്സിമെറ്റസോലൈൻ ബേസിൽ. നിങ്ങൾ എപ്പോഴും ഒരു ഫാർമസിയിൽ പോയിട്ട് ഒരു നേസൽ സ്പ്രേ നിങ്ങൾക്ക് വാങ്ങുകയാണെങ്കിൽ, ഡോക്ടർ തന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾ സ്വയം പോയി മേടിക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കണം അതിൻ്റെ കണ്ടൻറ്റ് എന്താണ്, അത് എത്ര കാലം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ് എൻ്റെ അടുത്ത വീഡിയോകളിൽ ഞാൻ നിങ്ങളായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത്.